ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും പ്രത്യേകമായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുതിയ വാർത്ത നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. നേരത്തെ ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നെതന്യാഹു പുട്ടിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇറാൻ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു യുദ്ധാന്തരീക്ഷം ഇപ്പോൾ നമുക്കത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം ഇറാനോട് എന്ന് ഒരു വസിയത്തായിട്ട് നെതന്യാഹു പറയുന്നുണ്ട്. ആ വാർത്ത ടെഹ്റാൻ അംഗീകരിക്കുകയും ചെയ്തു. കാരണം റഷ്യയുടെ ഭാഗത്തുനിന്ന് പുട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ നമ്മളിൽ ചില പ്രേക്ഷകർ വളരെ താതാത്മ്യത്തോടെ ചോദിച്ചിരുന്നു, ഇത് റഷ്യ അറിയോ, പുട്ടിൻ അറിയോ? അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ കമ്മ്യൂണിറ്റിയിൽ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം. ടെഹ്റാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതെന്താണ് പറയുന്നത് വെച്ചാൽ, ഇറാനിയൻ ഇൻ്റലിജൻസ് അതോറിറ്റീസ് ഹാവ് അനൗൺസ്ഡ് ദ അറസ്റ്റ് ഓഫ് സെവറൽ ഇൻഡിവിജ്വൽ അലഗേഡ്ലി വർക്ക് ഫോർ ഇസ്രായേൽ മൊസാദ് അക്കോർഡിംഗ് ടു ഒഫീഷ്യൽ റിപ്പോർട്ട്സ്. ഈ ടെഹ്റാനിൽ പ്രവർത്തിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്നാണ് ഈ ഒരു വാർത്ത. എന്താണ്, മൊസാദിൻ്റെ ഏറെ ആളുകൾ അഥവാ ഒരുപാട് ആളുകൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പുതുതായിട്ട്. അത് നമുക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ AK-47 ഉപയോഗിച്ച് തെരുത്തുകളിലേക്ക് റോഡിലേക്ക് ഇറങ്ങുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും പള്ളികളും അങ്ങനെയുള്ള എല്ലാ ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ തകർത്ത് കളയുന്ന രീതിക്ക് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി സെർച്ച് ചെയ്ത് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ടെഹ്റാനിലെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റും, ഒരുപാട് ആളുകൾ പള്ളിയിലെ ഇമാം ഉൾപ്പെടെ അവരുടെ നിരീക്ഷണത്തിലാണ്. അവർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവർ മൊസാദിൻ്റെ ആളുകളാണെന്ന് അനുമാനിക്കപ്പെടുന്ന അവരുടെ കോൾ റെക്കോർഡുകളും അതുപോലെ തന്നെ അവരുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട്. അവിടുത്തെ ഇറാനിയൻ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കാണിച്ചാൽ പ്രശ്നമാകുന്നുള്ളത് കൊണ്ടാണ് വീഡിയോ നമുക്കത് കാണിക്കാൻ കഴിയില്ല. എൻ്റെ ഈ ഫോണിലുണ്ട് വീഡിയോ. ഇത് പ്ലേ ചെയ്താൽ ഇതിനൊരു യൂട്യൂബിൻ്റെ വയലേഷൻ എന്നും പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതുകൊണ്ട് അത് പ്ലേ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അനൗൺസ് ചെയ്തത് ഒഫീഷ്യൽ റിപ്പോർട്ടറാണ്. ഒഫീഷ്യൽ റിപ്പോർട്ട്സ് മീൻസ് അവിടുത്തെ പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഇന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മറ്റൊരു ചാനലിൽ കാണാൻ പറ്റും. 12,000 ആളുകൾ അഥവാ പ്രൊട്ടസ്റ്റിൻ്റെ ആളുകളെ തന്നെയാണ് പിടിക്കപ്പെടുന്നത് എന്നും വാദങ്ങൾ വേറെ ഉണ്ട്. കാരണം പ്രൊട്ടസ്റ്റിൻ്റെ ആളുകളൊക്കെ വണ്ടി കയറ്റി കൊണ്ടുപോയി ഏതോ ഒരു ഉൾനാട്ടിലേക്ക് കടത്തിക്കളയുന്നുണ്ട്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ജയിലിലേക്ക് അടക്കപ്പെടുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. പക്ഷേ ഇന്നത്തെ ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നത്, ഒഫീഷ്യൽ റിപ്പോർട്ടിൽ സവറൽ എന്ന് പറയുമ്പം അതിൻ്റെ ഇത് സെർച്ച് ചെയ്താൽ വേറെ ഗൂഗിളിലേക്ക് നമുക്ക് കിട്ടും. അവിടെ കാണിക്കുന്ന 12,000 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവരെല്ലാവരും മൊസാദിൻ്റെ ആളുകളാണോ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മൊസാദിൻ്റെ ആളുകളാണെന്നും പറഞ്ഞിട്ടാണ് പ്രഥമ ദൃഷ്ടി അവരെ കൊണ്ടുപോയത്. അതിലെല്ലാവരും പെട്ടിട്ടുണ്ട്. സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിലാണ് നമുക്കുള്ള പറയാൻ പറ്റുന്ന ഒരു ഭാഗം. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള ശക്തി ഇവർക്ക് പിന്നിൽ വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത് വീഡിയോ മുഴുവനും നമ്മുടെ ഫോണിലുണ്ട്. പക്ഷേ കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ ഇവരെ പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഇറാൻ ഇപ്പോൾ തകർന്നു പോകും, എല്ലാ ഭരണകൂടവും താഴെ വീഴും എന്നൊക്കെ പറയുന്നത് വളരെ മിഥ്യമായിട്ടുള്ള ധാരണയാണെന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ പറഞ്ഞു കേട്ടത് ഇറാൻ ഇപ്പോൾ തകർന്നു പോകും, ആയത്തുള്ള ഖാംനയി എല്ലാ അർത്ഥത്തിലും നിസ്സഹായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആർമി ഭരണകൂടത്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ആർമി ചീഫ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് അത് അംഗീകരിക്കുന്നു, പക്ഷേ അതിര് കടക്കരുതെന്ന് പറയുന്നത് ഇന്നലെ രാത്രിയാണ്. അഥവാ ആ റോഡിലൂടെ തന്നെ തോക്ക് താഴേക്ക് ചൂണ്ടിക്കൊണ്ട് വലിയ രൂപത്തിൽ പ്രക്ഷോഭകാരികൾക്ക് ഹരം പകരുന്ന രൂപത്തിൽ തോക്ക് ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ കണ്ടു. ആകാശത്തിലേക്കും താഴേക്കുമായിട്ട് ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ അനുമാനിക്കാം, പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു രംഗം വന്നപ്പോഴാണ് ആർമി ചീഫ് IRGC അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ മെയിൻ ആൾ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതിര് കടക്കരുത്, അതിര് കടന്നാൽ ഇടപെടേണ്ടി വരും. ആ ഒരൊറ്റ വാക്കിൽ അത് ഏകദേശം ഒതുങ്ങി എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന ആയത്തുള്ള ഖാംനയെ നാടുകടത്തുക, അല്ലെങ്കിൽ അതിൽ അധികാരത്തിൽ നിന്ന് താഴേക്കിറക്കുക എന്നത് തന്നെയാണ്. അതിന് കൂട്ടുപിടിക്കുന്നതായിട്ട് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും ഒക്കെ തന്നെയാണ്. അതൊക്കെ മനസ്സിലായ ആളുകൾ തന്നെയാണ് ആയത്തുള്ള ഖാംനയെ അടക്കമുള്ള ഭരണകക്ഷികൾ. ഈ പുട്ടിനുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും
ഇവിടെ ഇപ്പോൾ തൽക്കാലം പറഞ്ഞു വെച്ചിരിക്കുന്നത്, അഥവാ ഞങ്ങളുമായി യുദ്ധത്തിന് നിങ്ങൾ നിൽക്കരുത്, നിങ്ങളുമായി ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഒന്നും പ്രതികരിക്കാതെ ഈ വിവരം പുട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്നത് മാത്രം ഒരു ഒഴുക്കം മട്ടിൽ അല്ലെങ്കിൽ തണുപ്പം മട്ടിൽ അത് പറഞ്ഞിടുകയാണ് ചെയ്തത്. ഞങ്ങൾ യുദ്ധത്തിനില്ലാന്നോ യുദ്ധത്തിനുണ്ടെന്നോ ഞങ്ങൾ തുടങ്ങുമെന്നോ ഒന്നും പറയാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഏറ്റവും വലിയൊരു യുദ്ധത്തിന് തുടക്കമിടുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലായിരിക്കും. ഇറാൻ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നേരത്തെ തന്നെ ഇറാൻ നേരത്തെ പറഞ്ഞു വെച്ചു, ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അതിന് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, മാത്രമല്ല നിങ്ങൾ അവസാനത്തിലേക്ക് അടുക്കുകയും ചെയ്യും, നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളായിട്ട് തുടങ്ങൂല എന്ന് പറയുകയും ആ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഇതുവരെയും പാലിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഇതാണ് കാര്യം. എന്താണ്? പുട്ടിനോട് സംസാരിച്ചിരുന്നു. ഈ സംഭവം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഓരോ വാർത്തയ്ക്ക് പിന്നിൽ വരുന്നത് എന്ന് വെച്ചാൽ, കൃത്യമായ വാർത്തയിൽ ഒരു തുമ്പ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, ബാക്കിയെല്ലാം പല ആർട്ടിക്കിളിലും പല വെബ്സൈറ്റുകളിലും പല രീതിക്കാണുള്ളത്. അൽ ജസീറ ചാനൽ ഇത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് അറിയില്ല. അൽ ജസീറയുടെ ആസ്ഥാന മന്ദിരം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് മൊസാദിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ അത്ര കാര്യങ്ങളൊക്കെ അൽ ജസീറ അങ്ങനെ ചാനൽ ചെയ്യുള്ളൂ. അപ്പോൾ അൽ ജസീറ ഖത്തറിലല്ല അതിൻ്റെ ആസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഇതിനൊക്കെ കഥ പഠിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ മൊസാദിൻ്റെ എല്ലാ ചലനങ്ങളും കൃത്യമായി അനുസരിച്ച് മാത്രമേ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അൽ ജസീറ ഖത്തർ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാനലാണെങ്കിലും ഇതിനും ഇസ്രായേലിൻ്റെ വലിയൊരു പങ്കുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നുണ്ട്. പല വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. അൽ ജസീറ ഖത്തറിൻ്റെതല്ല, ജൂതൻ്റെതാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് കൃത്യമായി നമുക്കതിൻ്റെ വശംവദനാകുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇസ്രായേലിൻ്റെ വാർത്തയിൽ കൃത്യമായിട്ട് വരുന്നില്ല, ഇറാൻ്റെ വാർത്തയാണ് നന്നായിട്ട് വരികയും ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു തോന്നൽ. ഏതായിരുന്നാലും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതാണ്, പക്ഷേ ഇസ്രായേലിൻ്റെ പിന്നിലുള്ള രാജ്യങ്ങളൊക്കെ വളരെ വലുതാണ്. അവർക്കെല്ലാം ആണവായുധ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് യുദ്ധത്തിന് നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കൃത്യമായ ഇടപെടൽ നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് ഇറാൻ്റെ മണ്ണിലേക്ക് അണവായുധം ഉൾപ്പെടെയുള്ളത് വിക്ഷേപിക്കാൻ പാകത്തിലായതിനു ശേഷമായിരിക്കും ഈ ഒരു യുദ്ധത്തിന് ഇവർ കോപ്പ് കൂട്ടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇത്രയും നാൾ ഇവർ കാത്തിരുന്നിട്ട് ഇനിയൊരു യുദ്ധം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിനായിട്ട് മുതിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വെറും മിഥ്യാധാരണകളാണ്. അതിലൊന്നും അപ്പുറം ഇല്ല എന്നുള്ള മനസ്സിലാക്കുക. ഓരോ വാർത്തയും വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾക്ക് മുമ്പിൽ വരുന്നത്. അതിലേതാനും ഒറ്റ വാർത്തയെ ഞാനിവിടെ പറഞ്ഞുള്ളൂ. കാരണം അത് തന്നെയാണ് അതിൻ്റെ എവിഡൻസോട് കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പല ഫേസ്ബുക്ക് ചാനലുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പം ചിലർ ഫേസ്ബുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നന്നായിട്ട് എഴുതി വിടുന്നുണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ കാര്യമായി നമ്മൾ അന്വേഷിക്കുന്നത് ഇറാൻ പ്രസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചാനലുണ്ട്. അതിലാണ് അവരുടെ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ആ വാർത്ത വെച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്നതിൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ഇറാൻ എന്നുള്ള ഇറാഖായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ സഹകരണത്തിന് പൂർണ്ണമായ നന്ദി അറിയിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. കുറേ ആളുകളൊക്കെ മൊസാദിൻ്റെ ആളുകളെ പിടിച്ചു, 12,000 പേരെ പിടിച്ചു അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അവരെ അണ്ടർഗ്രൗണ്ട് ജയിലിലേക്ക് അടച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ സ്ഥിരീകരിച്ച വാർത്തയാണെന്നുള്ളത് ഒഫീഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.